നമസ്കാരം. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് ആഹാരം, ജലം, വസ്ത്രം, വീട്. ഇവ ഏതൊരു വ്യക്തിക്കും ഇവ അനിവാര്യം തന്നെയാകുന്നു. ഈ 5 കാര്യങ്ങൾ ഉള്ളവർ സമ്പന്നർ തന്നെയാണ് എന്ന് പരാമർശിക്കാം. എന്നാൽ നാം ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് വാസ്തുവിൽ വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ശുഭസൂചകം തന്നെയാണ് വസ്ത്രം. അവ അതിനാൽ അണിയുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ഈശ്വരാധീനം വർദ്ധിക്കുന്നതുമാണ്. എന്നാൽ എല്ലാ വസ്ത്രവും അപ്രകാരമല്ല. മുഷിഞ്ഞ വസ്ത്രം വീണ്ടും വീണ്ടും ഇടാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മുഷിഞ്ഞ വസ്ത്രത്തിൽ ചില തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് വലിയ ദോഷത്തിന് തന്നെ കാരണമായി തീരുകയും ചെയ്യും. തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമഃ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. അതിൽ ആദ്യത്തേതായ കാര്യം പ്രധാന വാതിലുമായി ബന്ധപ്പെട്ടാണ്. പ്രധാന വാതിലിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. ഒരു വീട്ടിലേക്ക് മഹാലക്ഷ്മി പ്രവേശിക്കുകയും ആ വീടുകൾക്ക് സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നൽകുന്നത് മഹാലക്ഷ്മി ദേവി പ്രധാന വാതിലിലൂടെ പ്രവേശിച്ചതിന് ശേഷമാണ്. അതിനാൽ പ്രധാന വാതിലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രധാന വാതിലിന്റെ അടുത്തായി ഇപ്രകാരം മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇടാൻ പാടില്ല എന്നുള്ളതാണ്. ചിലർ അബദ്ധവശാൽ ഇട്ടു എന്ന് വരാം. അതായത് പ്രധാന വാതിലിനോട് അടുത്തുള്ള കസേരയിലോ മറ്റോ ഇപ്രകാരം ഇട്ടു എന്ന് വരാം. വീടുകളിൽ കുട്ടികളുണ്ട് എങ്കിൽ ഇപ്രകാരം പ്രധാന വാതിലിന്റെ അടുത്തോ അല്ലെങ്കിൽ പല ഭാഗങ്ങളിലായി ചില അവസരങ്ങളിൽ വസ്ത്രങ്ങൾ ഊരിയിട്ടു എന്ന് വരാം. അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് കുട്ടികളാണ് എങ്കിലും ദോഷകരമായി ഭവിക്കും എന്നുള്ളതാകുന്നു. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങളിൽ മുതിർന്നവർ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പ്രധാന വാതിലിലൂടെ മഹാലക്ഷ്മി ആ വീടുകളിലേക്ക് പ്രവേശിക്കില്ല എന്നുള്ളതാണ്. അതിനാൽ ശ്രദ്ധ പുലർത്തുക. ചിലർ പ്രധാന വാതിലിന്റെ അടുത്തായി മുഷിഞ്ഞ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ഈറൻ വസ്ത്രങ്ങൾ ഇടുന്നവരുണ്ടാകാം. ഇപ്രകാരം ആരെങ്കിലും ഇടുന്നു എങ്കിൽ അതും ദോഷകരം തന്നെയാകുന്നു. പ്രധാനമായും പ്രധാന വാതിലിൽ തൂക്കിയിടുകയാണ് എങ്കിൽ അത് ദോഷകരമാണ് എന്നുള്ളതാണ്. ഒരു നിമിഷത്തേക്കായിരിക്കും നിങ്ങൾ ഇടുന്നുണ്ടാകുക, എന്നാൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും എന്നുള്ളതാണ്. പ്രധാനമായും ആ വീടുകളിൽ മഹാലക്ഷ്മി കടാക്ഷം ഉണ്ടാകില്ല, മഹാലക്ഷ്മി പടിയിറങ്ങും എന്നുള്ളതാണ്. കാരണം ഈ പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ മൂദേവി അഥവാ അലക്ഷ്മി സാന്നിധ്യമാണ് ഉണ്ടാവുക. അലക്ഷ്മിയും മഹാലക്ഷ്മിയും അതായത് മൂദേവിയും മഹാലക്ഷ്മിയും ഒരു വീട്ടിൽ വസിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇരു ശക്തികളും വിപരീത ശക്തികളാണ്. അതിനാൽ തീർച്ചയായും മൂദേവി ആ വീട്ടിലേക്ക് പടി കയറുന്നതിലൂടെ മഹാലക്ഷ്മി ദേവി ആ വീട്ടിൽ നിന്നും പടിയിറങ്ങും എന്നുള്ളതാണ്. അതിനാൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷമാണ് നിങ്ങൾക്ക് നഷ്ടമാവുക. കടം, ദാരിദ്ര്യം തുടങ്ങിയ കാര്യങ്ങൾ വിട്ടുമാറാത്തതായ അവസ്ഥ, പല കാര്യങ്ങൾക്കും പണം തികയാത്തതായ അവസ്ഥ, ഇത്തരത്തിൽ വിഷമകരമായ സാഹചര്യങ്ങളാണ് ആ വീട്ടിലെ അംഗങ്ങളെ തേടിയെത്തുക. കൂടാതെ മൂദേവി ലക്ഷ്മി ദേവി വീട്ടിൽ എന്നേക്കുമായി വസിക്കും എന്നാണ് വിശ്വാസം. അതായത് പല ആവർത്തി നിങ്ങൾ ഇപ്രകാരം ഈ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അത് ദോഷകരമാണ് എന്നുള്ളതാണ്. ആ വീട്ടിൽ പ്രധാനമായും കടബാധ്യതകൾ വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും എന്നുള്ളതാണ്. നാം കിടക്കുന്നതായ ബെഡിൽ ഒരിക്കലും മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇടാൻ പാടുള്ളതല്ല. ഇടുന്നതിലൂടെ ആ വീടുകളിൽ പ്രധാനമായും രോഗദുരിതങ്ങൾ ആ വീടുകളിൽ പിടിമുറുക്കും എന്നുള്ളതാണ്. പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, കട്ടിലിന്റെ താഴെയാണ് എങ്കിലും ഇപ്രകാരം ഇടാൻ പാടില്ല എന്നുള്ളതാകുന്നു. കട്ടിലിന് നേർ മുകളിലായി ചുമരിൽ നിങ്ങൾ ഇപ്രകാരം ഒരു മുഷിഞ്ഞ വസ്ത്രം തൂക്കിയിടുകയാണ് എങ്കിൽ പോലും അത് ദോഷകരമാണ്. ഇതിലൂടെ കട്ടിൽമേൽ തുണി തൂങ്ങി നിൽക്കുന്നതായ അവസ്ഥയുണ്ട് എങ്കിൽ അത് ദോഷകരമാണ് എന്നുള്ളതാകുന്നു. മാറാ രോഗങ്ങൾ അതായത് രോഗദുരിതങ്ങൾ, സന്തോഷമില്ലാത്തതായ അവസ്ഥ, പല വിധത്തിലും പ്രയാസങ്ങൾ വന്നു ചേരുന്നു തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കും എന്നാണ് വാസ്തുവിൽ പരാമർശിക്കുന്നത്. അതിനാൽ ഈ തെറ്റ്
പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. വാതിലുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരു വാതിലിന്റെ കർമ്മം എന്ന് പറയുന്നത് സംരക്ഷണം നൽകുക എന്നുള്ളതാണ്. എനർജി ഫ്ലോ കൃത്യമായി വരുത്തുക എന്നതാണ്, അഥവാ ഇത് തന്നെയാണ് മറ്റൊരു ഉദ്ദേശം. അതിനാൽ ജനലുകളും വാതിലുകളുടെയും കർമ്മം ഇപ്രകാരമാകുന്നു. എന്നാൽ ഇതിനുപരി നാം മുഷിഞ്ഞ വസ്ത്രം, ഈറൻ വസ്ത്രം ഇതിനു മുകളിലായി ഇടുന്നു. ജനലിന് മുന്നിൽ മറയായി മറ പോലെ വരുന്നത് പോലെ ഇപ്രകാരം ഇടുകയാണ് എങ്കിൽ അത് ദോഷമായി മാറുന്നു എന്നുള്ളതാണ്. വാതിലിന് പുറകിലാണ് എങ്കിലും ഇപ്രകാരം നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാകുന്നു. കടം വാങ്ങേണ്ടതായ സാഹചര്യം വന്നു ചേരും. കടം വാങ്ങാതെ മുന്നോട്ട് പോകാതിരിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ, കടം പെരുകുന്നതായ അവസ്ഥ. കാരണം ആ വീട്ടിലെ ഐശ്വര്യമാണ് നഷ്ടമാകുന്നത്. അതിനാൽ ശ്രദ്ധ പുലർത്തണം. മറ്റൊന്ന് പൂജാമുറിയാണ്. പൂജാമുറിക്ക് നേരെയായി, അതായത് പൂജാമുറി മറയും വിധം പൂജാമുറിയുടെ ഭിത്തിയിലാണ് എങ്കിലും ഒരിക്കലും മുഷിഞ്ഞ വസ്ത്രം നിങ്ങൾ തൂക്കിയിടാൻ പാടില്ല എന്നുള്ളതാകുന്നു. ഇപ്രകാരം ചെയ്യുന്നത് വലിയ രീതിയിൽ ദൗർഭാഗ്യം ആ വീടുകളിൽ വന്ന് ചേരുന്നതിന് കാരണമായി തീരും. ഇപ്രകാരം വാസ്തുവിൽ പരാമർശിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതേപോലെ അഴ ഒരിക്കലും പൂജാമുറിയുടെ നേരെ വരാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കണം. ഊണുമേശയുടെ പുറത്താണ് എങ്കിലും മുഷിഞ്ഞ വസ്ത്രം അറിയാതെ പോലും ഇടാൻ പാടില്ല എന്നുള്ളതാണ്. അന്നപൂർണേശ്വരി ദേവിയുടെ കോപം വിട്ടൊഴിയില്ല എന്നുള്ളതാണ്. ആഹാരവുമായി ബന്ധപ്പെട്ട് നിരന്തരമായ പ്രശ്നങ്ങൾ വന്നു ചേരും. ആഹാരം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ സ്വീകരിക്കാൻ സാധിക്കാത്തതായ അവസ്ഥ, പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കാത്തതായ സാഹചര്യം, അത്തരം ചില ദുരിതങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. പണം നിങ്ങൾക്കുണ്ടായി എന്ന് വരാം. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും ഭക്ഷണം ശരിയായ സമയത്ത് ലഭിക്കാത്തതായ അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കസേരയിലാണ് എങ്കിലും മുഷിഞ്ഞ വസ്ത്രം കൂട്ടിയിടാൻ പാടുള്ളതല്ല. ചിലർ അപ്രകാരം ചെയ്യുന്നു എന്നത് വാസ്തവമാണ്. അത് ദോഷകരമാണ് എന്നുള്ളതാകുന്നു. കാരണം ആ വീടുകളിൽ നാശം ആരംഭിക്കുന്നതിന്റെ ഒരു സൂചനയാണ് ഇത്. കാരണം ആ വീടുകളിൽ അലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം അഥവാ മൂദേവിയുടെ സാന്നിധ്യം വർദ്ധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ചിലർ വൃത്തിയുള്ള വസ്ത്രത്തോടൊപ്പം ഇടും. അതായത് കഴുകി അലക്കിയ വസ്ത്രത്തിൽ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയാണ് വസിക്കുക. പോസിറ്റീവ് ഊർജമാണ് ആ വസ്ത്രത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക. എന്നാൽ മുഷിഞ്ഞ വസ്ത്രത്തിൽ നാം, അതായത് ഒരു തവണ നിങ്ങൾ അണിഞ്ഞതായ വസ്ത്രമാണ് എങ്കിൽ പോലും ആ വസ്ത്രത്തിൽ മൂദേവിയാണ് വസിക്കുക. അതിനാൽ വീണ്ടും അത് ധരിക്കുന്നത് ദോഷകരമാണ് എന്നാണ് പറയുക. അതിനാൽ ഒരിക്കലും മുഷിഞ്ഞ വസ്ത്രം അലക്കിയ വസ്ത്രത്തിന് മുകളിലായി ഇടരുത്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ വസ്ത്രത്തിൽ നിന്നും ഇപ്രകാരം മഹാലക്ഷ്മി സാന്നിധ്യം നഷ്ടമാകും. അനാവശ്യ ചെലവ് വന്നു ചേരാം. കടത്താൽ ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്നതായ അവസ്ഥ, അതായത് പല കാര്യങ്ങൾ കൊണ്ടും കടം വാങ്ങേണ്ടതായ സാഹചര്യം വന്നു ചേരും. എന്നാൽ എവിടെയാണ് നിങ്ങൾ മുഷിഞ്ഞ വസ്ത്രം ഇടേണ്ടത്? അതിനൊരു ദിശ പരാമർശിക്കുന്നുണ്ട്. അതേക്കുറിച്ച് മനസ്സിലാക്കാം. പടിഞ്ഞാറ് വശത്ത് മുഷിഞ്ഞ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് വയ്ക്കാം. ഈ പറഞ്ഞതിന്റെ അർത്ഥം കൂട്ടിയിടാം എന്നല്ല. ഒരു ദിവസം അണിഞ്ഞ വസ്ത്രം ഇപ്രകാരം ഇവിടെ വയ്ക്കാം. അടുത്ത ദിവസം തന്നെ, അല്ലെങ്കിൽ അല്പസമയത്തിന് ശേഷമാണ് എങ്കിലും നിങ്ങൾക്ക് ഈ വസ്ത്രം വൃത്തിയാക്കാവുന്നതാണ്, അഥവാ ശുദ്ധിയാക്കാവുന്നതാണ്. അതിനാൽ തന്നെ പടിഞ്ഞാറ് വശത്ത് നിങ്ങൾക്ക് ഇപ്രകാരം മുഷിഞ്ഞ വസ്ത്രം സൂക്ഷിക്കാം. എന്നാൽ അന്നേ ദിവസം തന്നെ ആ വസ്ത്രം അലക്കണം എന്നാണ് പറയുക. ചിലർക്കത് സാധിക്കണം എന്നില്ല. ജോലിയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ അന്നേ ദിവസം തന്നെ സാധിക്കണം എന്നില്ല. എന്നാൽ അടുത്ത ദിവസമാണ് എങ്കിലും തീർച്ചയായും ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ദിവസത്തേക്ക് അത് നീട്ടരുത് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എത്ര തന്നെ പരിശ്രമിച്ചാലും നിങ്ങൾ വിചാരിക്കുന്നതായ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല. കാരണം ആ വീടുകളിൽ നിന്നും മഹാലക്ഷ്മി സാന്നിധ്യമാണ് നഷ്ടമാവുക. അതേപോലെ മരണപ്പെട്ടതായ ഒരു വീട്ടിൽ, മരിച്ച വീട്ടിൽ പലരും പോകുന്നവരാണ്. അതേപോലെ ആശുപത്രിയിലും പലരും പോകുന്നതാകുന്നു. ഇപ്രകാരം നിങ്ങൾ പോയി വന്നതിന് ശേഷം
ഉടനെ തന്നെ ആ വസ്ത്രം അലക്കിയിടണം എന്നാണ് പറയുക. അതൊരിക്കലും നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുവാൻ പാടുള്ളതല്ല. ഉടനെ തന്നെ കഴുകി ആ വസ്ത്രം ശുദ്ധിയാക്കേണ്ടത് അനിവാര്യമാണ്. ഈറൻ വസ്ത്രം ഒരു കാരണവശാലും നിങ്ങൾ കിടക്കുന്നതായ മുറിയിൽ ഇടാൻ പാടില്ല എന്നാണ് പറയുക. ഇപ്രകാരം നിങ്ങൾ ഇടുകയും ആ വസ്ത്രത്തിൽ നിന്നും ജലം ഇറ്റ് വീഴുന്നത് അത് നിങ്ങളുടെ പ്രധാന മുറിയിൽ അല്ലെങ്കിൽ ബെഡ്റൂമിൽ ഇപ്രകാരം വീഴുന്നത് വളരെ ദോഷകരമാണ്. വീടിന്റെ ഉള്ളിൽ അപ്രകാരം വീഴരുത് എന്നാണ് പറയുക. രാഹുദോഷത്തിന് അത് കാരണമായി തീരും എന്നാണ് പറയുന്നത്. അത് രോഗദുരിതങ്ങൾ, മനസമാധാനം നഷ്ടമാകുന്നതിനും കാരണമായി തീരും. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഏവർക്കും ശ്രദ്ധിക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരുടെ മുഷിഞ്ഞ വസ്ത്രമാണ് എങ്കിലും നിങ്ങൾ ധരിക്കുവാൻ പാടുള്ളതല്ല. ചിലർ അനിയന്റെയോ ചേട്ടന്റെയോ അത്തരത്തിൽ വസ്ത്രങ്ങൾ ധരിച്ചു എന്ന് വരാം. എന്നാൽ അത് പാടില്ല എന്നുള്ളതാണ്. ചിലർ സുഹൃത്തുക്കളുടെ വസ്ത്രം ധരിച്ചു എന്ന് വരാം. അതായത് മുഷിഞ്ഞ വസ്ത്രമാണ് പറയുന്നത്. ഇപ്രകാരം ആര് ധരിച്ചതാണ് എങ്കിലും നിങ്ങൾ വീണ്ടും ധരിക്കാൻ പാടില്ല എന്നുള്ളതാകുന്നു. ഇതിലൂടെ അവരുടെ ദുരിതങ്ങൾ, അവർ അനുഭവിക്കുന്നതായ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്നാണ് അർത്ഥം. അതിനാൽ ഒരിക്കലും നിങ്ങൾ ഇപ്രകാരം ചെയ്യരുത് എന്നുള്ളതാകുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും ആ വീടുകളിൽ മഹാലക്ഷ്മി സാന്നിധ്യം വിളങ്ങുക തന്നെ ചെയ്യും.